ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ പടുതാക്കുളത്തിലെ മീനെ പിടിക്കാൻ പോകാനിട്ടെന്ന്. വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞാൽ കാണാം. ഒന്ന് കുറയ്ക്കണം. അതിനൊക്കെ അതൊക്കെ അച്ഛൻ മാറ്റിക്കോളൂ. ഇതില് പിലാപ്പി പറഞ്ഞ മീനാണ് ഇട്ടത്. ചെല്ല് തട്ടിയേ എവിടെ വീണാവൽ. അതിലേക്കൊന്നും ഇടല്ല മോനെ. ഈ പടുതാക്കുളം കഴിഞ്ഞ കൊറോണ ടൈമിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനും ദേവോട്ടിയും കൂടി. അന്ന് ദേവോട്ടി ചെറിയ കുട്ടിയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അന്ന് രോഹു പറഞ്ഞ ഫിഷാണ് ഇട്ടത്. അത് വലിയ വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അയിലക്കുട്ടീൻ്റെ അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അത് കുറേ ഇട്ടുണ്ടായിരുന്നു. അപ്പം വളർച്ച കുറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ ഇട്ടത് ഇപ്പം പിലാപ്പി പറഞ്ഞ ഫിഷാണ്, ചിത്രലാട പറഞ്ഞ. അത് 50 ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ 5-8 ചത്തുപോയി. പിന്നെ ഞങ്ങൾ pH ലെവലൊക്കെ റെഡിയാക്കി ഒരു 10-12 മീനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ആ പടുതാക്കുളം വച്ചിട്ട് മീനെ പിടിക്കാനുള്ള പരിപാടി ആയിട്ടെന്ന്. എവിടെ ഇറങ്ങാനായില്ല, കുറച്ചുകൂടെ വെള്ളം വറ്റണം. ഇറങ്ങണ്ട. കുറെ ഗപ്പിനെ പിടിക്കുള്ള പിലാപ്പിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. വേണ്ട മോളെ, തലയിലേക്കൊന്നും വെള്ളാക്കണ്ട. അങ്ങനെ മാറല്ലേ. അയ്യോ, അങ്ങനെ എടുക്കല്ലേ മോനെ. അങ്ങനെയല്ല മോളെ, ഈ ഒന്ന് ഇട്ട് കൊടുക്ക്. ആയില്ലേ വാവേ, ആയില്ലേടാ. പോയ നോക്കട്ടെ. അങ്ങനെ കുളിക്കല്ലടാ, അങ്ങനെ കുളിക്കാണ്. ഇറങ്ങാൻ കുറച്ചുകൂടെ വെള്ളം വറ്റണം. പുറത്തു അതാ തറ്റത്ത്. ഇതാ ആ രണ്ട് വാലിലാണ് രസം. നിങ്ങളെ മുമ്പ് കൂടെ ഏട്ടാ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതാ തറ്റത്ത്. ഏട്ടാ എന്താ പരിപാടി? മീനെ കളിപ്പിക്കേണ്ട, ചത്തു പോവൂ. കിക്കിലി വരുന്നുണ്ട്. വേറെ ആള് വരുന്നുണ്ട്. ആളാ വരികയാണ്, ശ്രദ്ധിച്ചു വന്നു. ഞാൻ ഫുള്ള് വറ്റിച്ചിട്ടാ പിടിക്കാനുള്ള പരിപാടിയാണ്. ജഗന്റെ മീമി അതാ അതില്. ആ മീനെ കാണാൻ വന്നത്. അച്ഛൻ നിക്കണ അവിടെ. വെള്ളം ഒന്ന് വറ്റിയാലോ. എന്താ അമ്മ വന്നിക്കാണ് കാണാൻ. മതി ഏട്ടാ, അതിനെങ്ങനെ വിറപ്പിക്കല്ലേ. ലച്ചുണ്ടെങ്കിൽ നല്ല രസമുണ്ടായി. വെള്ളത്രേ ഉള്ളു. ദേവിട്ടൻ ചെറുതാകുമ്പോ ഇറങ്ങീനി. ആദ്യത്തെ ഒരു ദേവിട്ടി വെള്ളത്തിൽ നീന്തണൊക്കെ വീഡിയോ ഉണ്ടായി. അല്ലല്ലേ ഇതുണ്ടാ മോനെ, നടുക്കേക്ക് പോണ്ട, അവിടെ ഒരു കുഴിയാണ്. ഇനി ഇങ്ങോട്ട് കയറ്റിക്കാളി.
അച്ഛൻ പറഞ്ഞ കേട്ട് കേട്ട് ഞാൻ വാങ്ങൂല. ഫോട്ടോ എടുക്കട്ടെ. എനിക്ക് ആ മീന് സത്താറുണ്ട് ഇതിലേക്ക് എറിഞ്ഞുണ്ടോ. ആ മീന് കൊയ്യാണ്ട് ഇവിടെ മൊത്തുണ്ട്. നല്ല കൈ മുറിയല്ലേ. അല്ല 2-3 എണ്ണം ഒന്നിട്ടോളി. എന്നാ വട്ടച്ചെമ്പ് എടുത്തുണ്ടോ എൻ്റെ ഒരു ബക്കറ്റ് അങ്ങോട്ട് ഇറക്കി വെക്കാൻ വരത്തായിരുന്നോ? അതുകൊണ്ട് അതിലിട്ട എന്നിട്ട് വേറെ വട്ടച്ചെമ്പ് അതിലേക്ക് ഇട്ടോളി. വെള്ളം രണ്ടാളും നല്ലപോലെ നീന്തിക്കോല. അടി ഉണ്ടാക്കല്ലേ. നമ്മളെ പിലാപ്പിയാണ് കേട്ടോ. കൊയുണ്ട്, ബാടും കൂടി ഉണ്ട്. പുറത്തേക്ക് അയ്യോ എനിക്ക് പേടിയാണ്. തങ്ങളെ വരി എനിക്ക് പേടിയാണ്. എന്നോടാ കളി. ഞങ്ങളെ ചെറിയ പടുത്തക്കുളത്തിലെ വലിയ മീന്. ഇതിലെ 3 എണ്ണവും ഇതിൽ 3 എണ്ണമാണ്. അടങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഒച്ച ഉണ്ടാക്കല്ലേ ദേവട്ടിയെ. മെല്ലെ വെക്ക്. രണ്ടും ഇവിടെ ഇറങ്ങി വലയൊന്ന് പൊന്തിച്ചു കൊടുക്ക് മെല്ലെ. അപ്പൊ ഇത് ഇനി വാവേ ആ മൂടിക്കാളെ. ചിറകടിക്കുന്ന പോലെ ഉണ്ടല്ലേ. മൂന്നാം കഴിയോ അമ്മ. മെച്ച വലട്ടല്ലോ. ഇനി പിടിക്കണ്ട. ദേവട്ടം കൊണ്ട് ഇറങ്ങ്. വിളവെടുപ്പല്ല. അയ്യോ അല്ല കറി. ഹായ്
അതിന്റെ ഇടക്കൂടെ ദേവട്ടന്റെ കൈപ്പാട്ടെ. ദേവട്ട ഇടന്നോട്ടെ. ഒച്ചപ്പാടുണ്ടോ? നല്ലോളൂ. മെല്ലെ അങ്ങോട്ട് എടുത്തൊന്ന് കാണിച്ചു. ഇങ്ങോട്ട് കുത്തി വിടണ്ടെങ്കിൽ അതൊരു മുതലാവും. അതിനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചിടൂ. പിന്നെ അതിൽ നിന്ന് വെള്ളം എടുക്കണ്ട മോനെ. ഗപ്പീസ് പോരൂലേ? ദേവുട്ടിക്കുള്ള കിട്ടി. ദേവുട്ടിയുടെ മീൻപിടുത്തക്കാരിയായി. ചാടി ചാടി ബക്കറ്റിലേക്ക് തന്നെ ചാടി. അങ്ങനെ നമ്മളെ ലാസ്റ്റ് മീനെ പിടിക്കാൻ പോകും കേട്ടോ. ലാസ്റ്റത്തെ മീനാണ്. ദേവട്ട ഒരു ബക്കറ്റ് തുറന്നെടുക്കാച്ചര്. മോനെ ഒരു വല തുറന്നെടുക്കാച്ചര്. അങ്ങനെ മീനെ ഫുള്ള് പിടിച്ചു കഴിഞ്ഞിട്ടോ. മീനെ മൊത്തം ഒന്ന് കാട്ടിത്തരാം. ഓക്കെ, ഓഫ് ചെയ്യണം. വെള്ളം ഒരു തുള്ളിയില്ലാണ്ട് പറ്റിച്ചെടുത്ത്. സുഹൃത്തുക്കളെ, കാണാൻ പന്ത്രണ്ട് കഴിഞ്ഞില്ല. നമ്മുടെ മീനുകൾ ഇറക്കി. റെഡിയാ. കുത്തടത്തില്ല. ബൈ. ഇത് കുറച്ച് അയൽവാസികൾക്ക് കൊടുക്കണം. പിന്നെ പെങ്ങളെ വീട്ടിലേക്ക് കൊടുക്കണം. പിന്നെ ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക്, ഇവിടെ മാവൻ്റെ വീട്ടിലേക്ക് കൊടുക്കണം. ഓക്കെ, ബൈ. ബൈ.